ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ക്യാരറ്റും ഡേയ്സും വെച്ച് കണ്ടുള്ള കേക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ, ക്യാരറ്റ് ആൻഡ് ഡേയ്സ് കേക്ക്. അപ്പം ഞാനൊരു ചട്ടി കടുപ്പത്ത് വെച്ച് ആ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഒരു 2 കപ്പ് പഞ്ചസാര ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഇനി അതിങ്ങനെ മെൽറ്റായി വരണം കേട്ടോ. ഇത് എനിക്ക് 4 കിലോന് കേക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 1 കിലോ ചെയ്യുകയാണെങ്കിൽ അര കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അലിയണം കേട്ടോ, ഒക്കെ മെൽറ്റാവണം. പിന്നെ നല്ലോണം മെൽറ്റായി വന്നാൽ ഇതിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വേഗം മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മൾ മേത്തേക്കാവും. അപ്പോൾ 1 kg ചെയ്യുകയാണെങ്കിൽ 1/4 കപ്പ് വെള്ളം കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കണ്ടോ, കല്ല് പോലെ ആവും പഞ്ചസാര. ഇനി അതും മെൽറ്റായി വരണം. അപ്പോൾ നമ്മൾ കേക്കുള്ള ക്യാരമലാട്ടെ ചെയ്തെടുക്കണത്. അപ്പോൾ 2 ദിവസം നമ്മൾ 2-3 ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും കുറച്ച് കാറ്ററിങ്ങിൻ്റെ ഓർഡറും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ ഇത് നല്ലോണം മെൽറ്റായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്ര മതി കേട്ടോ, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ അടുത്ത പരിപാടി നമ്മളെ മോൾഡിൽ ഓയിലൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ എളുപ്പപ്പണിയായിട്ട് എടുക്കൽ, അതുകൊണ്ട് ഒപ്പിക്കൽസ് വെക്കലാണ് ഞാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് മുറിച്ചെങ്ങാണ്ട് നമ്മളെ മോൾഡിൻ്റെ പരുവത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, മോൾഡിൻ്റെ ഷേപ്പിൽ അങ്ങനെ വെട്ടിയെടുത്തുങ്ങാണ്ട് അങ്ങനെ വെച്ചെടുക്കുക. എൻ്റെ അതൊക്കെ ഒരു ഒപ്പിക്കൽസാണ്. അങ്ങനെ 2 മോൾഡും ഓയിലൊക്കെ തടവി വെച്ചിട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണിത് 4 കിലോന് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ 1.5 കപ്പ് മൈദ കേട്ടോ. അപ്പോൾ 4 കിലോന് 6 കപ്പ് മൈദയാണ്. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിൽ 3 കപ്പ് വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. ഇത് 3 കപ്പ് ഇട്ടപ്പോൾ തന്നെ നമ്മളെ അരിപ്പയിൽ നിറഞ്ഞിട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണം. നമ്മൾ ക്യാരറ്റും ഈത്തപ്പഴം വെച്ചുകൊണ്ട് 1 kg ചെയ്യുകയാണെങ്കിൽ 1 ടീസ്പൂണ് നമ്മളെ ബേക്കിംഗ് പൗഡർ ഇടുക. അതേപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് 4 കിലോനാണ് ഓർഡർ. അപ്പോൾ അതിനനുസരിച്ച് പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ അളവാട്ടം ഇങ്ങനെ പറഞ്ഞു തരണേ. അപ്പോൾ 1 കിലോന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3 മുട്ട വെച്ചങ്ങാണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 4 കിലോക്കുള്ള മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. അതേപോലെ 1 കിലോക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കേട്ടോ. എനിക്ക് 4 കിലോനായതാണ് 4 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 4 കിലോനൊക്കെ ആകുമ്പോൾ പറയുന്നോട് തന്നെ തെറ്റും. ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 kgക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ 1 kgക്ക് 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ പട്ട ഉണ്ടല്ലോ, നമ്മളെ പട്ടയും ഏലക്കയും മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ മുട്ട ഉണ്ടല്ലോ, എഗ്ഗ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. നമ്മൾ വൈറ്റ് കളറാവുകയോളം നല്ലോണം ബീറ്റ് ചെയ്യണം. നമ്മൾ പട്ടയൊക്കെ എടുക്കുമ്പോൾ 2-3 പീസ് പട്ടയും ഒരു ചെറിയൊരു പൊട്ട് ജാതിക്ക് എടുത്താൽ മതി കേട്ടോ. പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്തത് 1 kgക്ക് 1 കപ്പ്. അപ്പോൾ ഞാൻ 4 കിലോക്ക് 4 കപ്പായിട്ട് ഇട്ട് കൊടുത്തുക്കണം. ഈത്തപ്പഴം 1 kgക്ക് 1/2 കപ്പ് വേണം കേട്ടോ. അങ്ങനെ രണ്ടും അളന്നുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അതിന് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഈത്തപ്പഴം ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിക്കണമല്ലോ, അതിൽ ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളുണ്ട് കേട്ടോ, ഞാൻ റിപ്ലൈ തരണ്ടേ. നമുക്കിതൊക്കെ പ്രധാനമായിട്ടും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം 1 kgക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഞാൻ 4 കിലോക്ക് 2 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്.
അപ്പം ഓയിൽ ഒഴിച്ചെടുത്താൽ നല്ലോണം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് നമ്മൾ സ്പീഡ് കുറക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചത് എന്താ അറിയോ, ഇത് നല്ലോണം തണുത്തിട്ട് വേണം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അതിനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത്. നിങ്ങളടുത്ത് ഹാൻഡ് ബീറ്റർ ആയിക്കാരം അത് വെച്ച് ചെയ്യട്ടോ. എൻ്റെ അടുത്ത് സ്റ്റാൻഡ് ബീറ്ററാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചത്. നമുക്കിതൊക്കെ ഫ്ലോറും അതേപോലെ നമ്മൾ ക്യാരറ്റും ഡേയ്സും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ 2 പാത്രത്തേക്ക് ആക്കിട്ടോ. പിന്നെ ലാസ്റ്റ് 2 പാടെ ഒരു പാത്രത്തേക്കും ആക്കി മാറ്റിയിരിക്കണം. നമ്മൾ സാധാ ക്രീം കേക്ക് ചെയ്യുമ്പം പിന്നെ മാവ് ലൂസായിട്ടല്ല വേണ്ടി വരിക. ഇതിൻ്റെത് കുറച്ച് ടൈറ്റായിട്ടാട്ടോ വേണ്ടത്. അപ്പം ഇനി 2 പാത്രത്തേക്കും ഞാൻ 4 കിലോനായത് 2 മോൾഡ് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 2 മോൾഡുക്കും ഞാൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 kg ചെയ്യുമ്പം 8 ഇഞ്ച് മോൾഡിൽ ചെയ്യാം. നമുക്ക് റൗണ്ട് മോൾഡിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ സുഖം സ്ക്വയറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. പിന്നെ ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ വൈറ്റ് എള്ളുണ്ടല്ലോ, അതും നമുക്കൊരു ചൊറുക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേണം നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ട് 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ വേവിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇത് രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്, പിറ്റേന്ന് രാവിലെയാണ് കട്ട് ചെയ്തത്. എനിക്ക് പിറ്റേന്ന് രാവിലെയാണ് ഇത് കൊടുക്കാനുള്ളത്. ഇപ്പം ഇനി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യണ ക്യാരറ്റ് ആൻഡ് ഡേയ്സ് കേക്ക്. അപ്പം എല്ലാവരും ഞാൻ 1 kg അളവ് പറഞ്ഞ മാതിരി ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലും ചെയ്തെടുക്കാം കേട്ടോ. ഒരു ചെമ്പ് 10 മിനിറ്റ് ചൂടാക്കിയിട്ട് ഉള്ളിൽ ഒരു റിങ്ങൊക്കെ വെച്ചുകൊണ്ട് പിന്നെ 1 മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി.
അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.